സത്യേട്ടൻ വന്നിട്ടുണ്ട്. എല്ലാം അമ്മ പറഞ്ഞതുപോലെ ആയാ മതിയായിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ? ആ ചെല്ല്. സത്യേട്ടാ, എന്താണ് നിന്റെ മുഖത്തൊരു സന്തോഷം? ഏട്ടൻ പോയ കാര്യം എന്തായി? അതോർത്തുള്ള സന്തോഷം. ഞാനതിന് എവിടെ പോയെന്നാ? ശ്യാമേട്ടൻ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു ഏട്ടൻ ജോലി അന്വേഷിച്ച് പോയിരിക്കുകയാണെന്ന്. ഞാനത് അമ്മയോട് പറഞ്ഞപ്പോ അമ്മ എനിക്ക് ചില സൂചനകൾ തന്നു. സച്ചി സാർ എന്തു പറഞ്ഞു സത്യ? നീ അദ്ദേഹത്തെ കാണാനല്ലേ പോയത്? അതെ, നാളെ തന്നെ കമ്പനിയുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ പറഞ്ഞു അദ്ദേഹം. കൺഗ്രാറ്റുലേഷൻ സത്യേട്ടാ. എപ്പോഴെങ്കിലും എന്നെ അനുസരിക്കാൻ നിനക്ക് തോന്നിയല്ലോ. അതിന്റെ ഉയർച്ച എന്തായാലും നിനക്കുണ്ടാവും സത്യ. ട്രാവൽസിന്റെ കാര്യം കുറച്ച് പരിങ്ങല്ല, അതുകൊണ്ടാ പിന്നെ ഞാൻ സച്ചി സാറിനെ പോയി കണ്ടപ്പോ ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിൽക്കണമെന്ന് എനിക്ക് തോന്നി. എല്ലാം നല്ലതിനാ. പിന്നെ ഒരു കാര്യം, നീ സച്ചി സാറിന്റെ കൂടെ നിൽക്കാൻ പോവാണെന്ന് തൽക്കാലം പ്രതിഭ അവളുടെ വീട്ടുകാരെ അറിയിക്കണ്ട. വേറൊന്നും കൊണ്ടല്ല സത്യ, പ്രതിഭയുടെ ഇപ്പോഴത്തെ ഗ്രഹനില വെച്ച് അവൾ ഇതിനെ തെറ്റായ രീതിയിലേ എടുക്കൂ. അല്ലെങ്കിലേ നീ സച്ചി സാറിന്റെ കുടുംബമായിട്ട് അടുക്കുന്നത് അവൾക്കും അവളുടെ വീട്ടുകാർക്കും ഇഷ്ടമല്ല. അതെ സത്യേട്ടാ, ഏട്ടൻ വലിയ പ്രതീക്ഷയോടെ പറയുമ്പോ അവരതിനെ ആ രീതിയിൽ കണ്ടില്ലെങ്കിൽ മൊത്തത്തിൽ ഒരു നെഗറ്റീവ് അടിക്കും. തൽക്കാലം അത് ഉണ്ടാവേണ്ടെന്ന് അമ്മ പറഞ്ഞത്. അതെനിക്ക് മനസ്സിലായി. എടാ, ആദ്യം നീ പോയി ആ ജോലിയൊക്കെ ഒന്ന് ഏറ്റെടുത്ത് നിന്റെ നിലയൊക്കെ ഒന്ന് ഉറപ്പിക്കേ. എന്നിട്ട് നീ ആരോടാന്ന് വെച്ചാ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ശരി, ഞാൻ നാളെ തന്നെ പോയി ജോയിൻ ചെയ്യും. വീട്ടിൽ ചെന്നാ മതി എന്നാ സച്ചി സാർ പറഞ്ഞത്. ജോലി എന്താന്നൊക്കെ അപ്പോഴായിരിക്കും പറയാ. അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല സത്യ. അദ്ദേഹവും ഗോകുലും ഇതുവരെ നോക്കി നടത്തിയ കാര്യങ്ങളൊക്കെ സച്ചി സാർ ഇനി നിന്നെയായി ഏൽപ്പിക്കാൻ പോന്നേ. ഇനി മുതൽ അവരുടെ എല്ലാ സ്ഥാപനങ്ങളും നോക്കി നടത്തുന്നത് നീയായിരിക്കും. ഈ അമ്മയുടെ ഓരോ പ്രവചനങ്ങളെ ചിലതൊക്കെ അമ്മ പറഞ്ഞ അച്ചിട്ടാ സത്യേട്ടാ. ഇതും ഫലിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഫലിക്കട്ടെ. സച്ചി സാറിന്റെ കുടുംബവുമായിട്ടൊരു അടുപ്പം ഉണ്ടാവുന്നത് കൊണ്ട് എന്നും നമ്മുടെ കുടുംബത്തിന് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ, അല്ലേമേ? നിനക്ക് ആ ഓർമ്മ ഇപ്പോഴും ഉണ്ടല്ലോ, അത് നന്നായി. നീയേ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് സോനെ. അപ്പോഴേക്കും ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്നാ ഏട്ടൻ ഒരു ഫ്രഷ് ജ്യൂസ് എടുക്കാം. വാ. സാറിനൊന്ന് കാണാറുണ്ട്. അമ്പിളി, അയ്യോ രഘുവേട്ടാ. അമ്പിളി, അല്ല നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്ന? നീ ഒറ്റയ്ക്കാണോ? ആരാ കൂടെയുള്ള? ആരുമില്ല രഘുവേട്ടാ, നമ്മൾ ആരുമില്ലാത്തവരല്ലേ. ഞാൻ ഒറ്റയ്ക്കാ വന്നേ. അതെ, ആരുമില്ലെന്ന് ആര് പറഞ്ഞു? ദാസങ്ങളും ഇന്ദ്രനും ഇത്രയും സമയോടെ ഉണ്ടായിരുന്നു. അല്ല രഘുവേട്ടൻ എന്താ ഇവര് വിടാത്തെ? രഘുവേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എന്റെ അമ്പിളി, ഞാൻ തെറ്റൊന്നും ചെയ്തില്ലെങ്കിലും എന്റെ വണ്ടിയിലല്ലേ അമ്പിളി 2 കിലോ സ്വർണം കടത്തിയത്. ദാസങ്ങൾ ഇന്ദ്രനും വന്നപ്പോ ഞാൻ ലോക്കപ്പിലായിരുന്നു. എനിക്കിതിൽ പങ്കൊന്നുമില്ലെന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന പ്രതി മൊഴി കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നു. ഈശ്വര. അമ്പിളി, നീ ഇപ്പൊ ഇവിടെ നിന്ന് പോവാൻ നോക്ക്. രാത്രി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ പോവില്ല, രഘുവേട്ടനെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. അല്ല രഘുവേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ ഇവർക്ക് വിട്ടയച്ചാല്? എടീ, ഇവർക്ക് അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടയക്കാൻ പറ്റില്ല. ഇതൊരു പോലീസ് സ്റ്റേഷനല്ലേ. ഇതൊന്ന് വെരിഫൈ ചെയ്തേ. സാർ, ആരാടോ ഇത്? സാറേ, ഇത് എന്റെ ഭാര്യ. വിവരമറിഞ്ഞ് നാട്ടിൽ നിന്ന് ഓടി വന്നതാ. സാർ,
രഘുവേട്ടന് ആ ഓട്ടം പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത് സാറ്. ഞാനാ നിർബന്ധിച്ച് പറഞ്ഞയച്ചത്. ഇങ്ങനൊരു സ്വർണ്ണക്കടത്തിനെ കുറിച്ച് രഘുവേട്ടൻ സ്വപ്നത്തെ പോലും വിചാരിച്ച കാര്യമല്ല. സത്യമായിട്ടും ഇതൊക്കെ രഘു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് വെറുതെ കരഞ്ഞു വിളമ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അമ്പിളി, സർ, നിരപരാധിയായ ഒരാളെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു നിർത്തേണ്ട കാര്യമുണ്ടോ സാറ്? രഘുവേട്ടനെ ദയവായിട്ട് ഇപ്പൊ വിട്ടു തരണം സർ, പ്ലീസ്. തൽക്കാലം രഘുവിനെ വിടാം. പക്ഷെ വണ്ടി ഇപ്പൊ വിട്ടു തരാൻ പറ്റില്ല. നാളെ കോടതി റിപ്പോർട്ട് കൊടുത്ത ശേഷമേ വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. സാറേ അത് മതി. വണ്ടി നാളെ കിട്ടിയാലും മതി. ഞങ്ങളിവിടെ അമ്പിളിയുടെ അനിയത്തിയുടെ വീട്ടിൽ തങ്ങിയിട്ട് നാളെ വരാം. ശരി സാബു. സർ, രഘുവിനെ ഭാര്യയോടൊപ്പമാണ് വിടുന്നതെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിച്ചിട്ട് രണ്ടുപേരെ കൊണ്ട് സൈൻ ചെയ്തിട്ട് വിട്ടേക്ക്. ശരി സാർ. സാറേ, എന്റെ ഫോൺ. അതൊക്കെ പിന്നെ. ഇപ്പൊ താൻ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്. അല്ല, ഇങ്ങോട്ട് വേണം. എന്റെ ഫോൺ. പിന്നെ നോക്കാം. കടയുടെ എഗ്രിമെന്റ് എല്ലാം ഇന്ന് ചെയ്യുന്ന വിനയം പറഞ്ഞു. പോയിട്ട് കുറെ സമയമായല്ലോ. രാത്രിയായിട്ടും അവനെന്താ തിരിച്ചു വരാത്തെ? ഫോൺ ചെയ്ത് വിവരം അറിയാന്ന് വെച്ചാ നമ്മൾ ഒരാവശ്യത്തിന് വിളിക്കുമ്പോ അവൻ കോൾ എടുക്കില്ലല്ലോ. നമ്മുടെ കുടുംബത്തില് എങ്ങനെ ഈ രീതി സ്വഭാവമുള്ള ഒരുത്തൻ വന്നു പറഞ്ഞു എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. നീ എന്താ മോനെ ഇത്രയും താമസിച്ചത്? നീ പോയ കാര്യം എന്തായി? കടയുടെ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തോ? ഇല്ല മാമ, അതൊന്നും നടന്നില്ല. അതെന്താ? കടയ്ക്ക് 2 പാർട്ട്ണർമാരുണ്ട്. അതിലൊരാൾ വന്നില്ല. പിന്നെ ഇപ്പൊ അത് നാളെ നടക്കും. ശ്ശേ, കഷ്ടമായി പോയല്ലോ. അതൊക്കെ നാളെ നടന്നോളും. ആ പിന്നെ വേറെ വലിയൊരു സംഭവം ഇന്നുണ്ടായിട്ടുണ്ട്. എന്ത് സംഭവം? നമ്മുടെ രഘുവേട്ടന്റെ കാറിൽ എയർപോർട്ടിൽ നിന്ന് വന്ന് കയറിയവൻ സ്വർണം കടത്തി. അതെങ്ങനെയോ പോലീസിന് വിവരം കിട്ടി. അവർ ഓടിച്ചിട്ട് പിടിച്ചപ്പോൾ അയാൾ കാറിൽ നിന്ന് ഇറങ്ങി ഓടി. ആ ഓട്ടത്തിൽ അയാളെ വണ്ടി ഇടിച്ചു. അയാൾ മരിച്ചു. ഇപ്പോ രഘുവേട്ടൻ പോലീസ് കസ്റ്റഡിയിലാ. അയ്യോ, എന്തൊരു കഷ്ടമാണ് ഇത്. അതിന് രഘു തെറ്റൊന്നും ചെയ്തില്ലല്ലോ. പിന്നെന്തിനാ പോലീസ് പിടിച്ചത്? തെറ്റൊന്നും ചെയ്തില്ല എന്ന് തെളിയിക്കേണ്ടത് രഘുവേട്ടന്റെ കടമയല്ലേ. അത് പോലീസിന് ബോധ്യപ്പെടുന്നവരെ അകത്ത് കിടക്കേണ്ടി വരും. പിന്നെ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ.